യേശുവേ വിളിച്ചാൽ വിളിപ്പൂരത്തെത്തും നിശ്ചയം, വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ആമേൻ. വിളിച്ചാൽ വിളിപ്പൂരത്ത്, ആമേൻ. വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ആമേൻ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാൽ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാൽ. നിശ്ചയം. ദൈവവചനം പറയുന്നേ, പാപം ചെയ്യാത്തവരാരുമില്ല. യോഹന്നാൻ ദൈവ മക്കൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു ലേഖനം എഴുതുക. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അതിൽ എഴുതിയേക്കുന്നേ, ഇഫ് വി സേ വി ആർ വിതൗട്ട് സിൻ, നമ്മളിൽ പാപമില്ലെന്ന് പറയുവാണെങ്കിൽ നമ്മൾ കള്ളം പറയും, നമ്മൾ ഭോഷ്ക് പറയുക. എല്ലാവരും പാപം ചെയ്തവരാ. പാപത്തിൽ നിന്ന് നമുക്ക് വിമോചനം കിട്ടിയെങ്കിലും എന്നാലും നമ്മൾ നമ്മുടെ അറിയില്ലായ്മയിൽ, അറിഞ്ഞുകൊണ്ടും ചിലർ ചെയ്യും, അൺഇൻറ്റൻഷനലി അല്ലെ അറിയാതെ നമ്മുടെ വായിൽ നിന്ന് ചില വരികൾ വരാറുണ്ട്, ചില വാക്കുകൾ വരാറുണ്ട്. കാണണ്ടാത്തത് നമ്മൾ കാണാറുണ്ട്, കേൾക്കണ്ടാത്തത് കേൾക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ വചനം ഇതും പറയുന്നത്, നമ്മളത് ഏറ്റു പറയുമ്പോൾ, നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയുമ്പോൾ, ഇന്ന് രാവിലെ നമ്മൾ കേട്ടു, മറച്ചു വെക്കുന്നവന് ശുഭമുണ്ടായിരിക്കത്തില്ല, പക്ഷെ അത് ഏറ്റു പറയുന്നവന് രക്ഷ കിട്ടും. ദൈവം അവനെ വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. എന്തുവാ ദൈവവചനം പറയുന്നത്? മനസ്സ് തകർന്നവർക്ക് യഹോവ, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. മനസ്സ് തകർന്നിരിക്കുന്നവരുടെ അടുത്താണ് കർത്താവ് ദൈവം കടന്നു വരുന്നത്. അല്ലെ, നമ്മൾ പ്രൈഡായിട്ട് അല്ല അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരുടെ അടുത്തല്ല, പക്ഷേ ആ തകർച്ച, ആ മനസ്സിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ കൊണ്ട് തകർന്നിരിക്കുന്നവരല്ല. യേശു കർത്താവ് പറഞ്ഞല്ലേ, എന്നാ those who mourn in the spirit, ആത്മാവിൽ കരയുന്നവന് അവർക്ക് അങ്ങനത്തെ ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമ്പോൾ അവരുടെ അടുത്താണ് യഹോവയുള്ളത്. അവരുടെ അടുത്ത് ദൈവം അവരുടെ അടുത്തേക്ക് ദൈവം കടന്നു വരും. ആമേൻ, ഹല്ലേലൂയ. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാൽ അവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ഏറ്റു പറയാം. ആമേൻ. ഓ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ഓ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. മാറേ മാധുര്യമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. നമ്മുടെ യേശു ജയാളിയാണ്. ആമേൻ. ഉറക്കെ പറഞ്ഞാട്ട്, എൻ്റെ യേശു
ജയാളിയാണ്. ഹല്ലേലൂയ. ജയാളി ആയവനെ നമ്മളെ ജയ ഉത്സവത്തിൽ നടത്താൻ പറ്റത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഈ ആർമിയുടെ, ആ ജയം പ്രാപിച്ച ആർമിയുടെ കമാൻഡറാണ് യേശു. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ അവന്റെ പിന്നാലെ പോകുന്നവരൊക്കെ തോൽവിയിലേക്കല്ല, പക്ഷെ ജയത്തിൽ നിന്ന് ജയത്തിലേക്കാണ് അവർ പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. കരം കൊട്ടി അങ്ങനെ അനുഭവിക്കുന്നവർ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വചനം പറയുന്ന ജയ ഉത്സവം. എന്തോ ഉത്സവമാ? ജയ ഉത്സവം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ആമേൻ, നമ്മൾ ഉത്സവം. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷമായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? എൻ്റെ യേശു ജയാളിയായതുകൊണ്ട്. ആമേൻ. ഹമാനക ശന്തകരകസ്യാരവ. നരകത്തിൻ്റെ മേൽ, പാപത്തിൻ്റെ മേൽ, ശാപത്തിൻ്റെ മേൽ, രോഗത്തിൻ്റെ മേൽ, ഹമാനകക്ഷം ധനാസകാര്യാരവ, എൻ്റെ യേശു ഹല്ലേലൂയ അതിനെയൊക്കെ തകർത്ത്. ഹല്ലേലൂയ. ഹമാനകക്ഷം ധന്യാസകാര്യാരവ. ഹല്ലേലൂയ അതിൻ്റെ ശക്തിയെ ഹല്ലേലൂയ തകർത്ത്. ഹല്ലേലൂയ ജയാളിയായി. ഹല്ലേലൂയ. മൂന്നാമത്തെ ദിവസം, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. ഹല്ലേലൂയ. മാറേ മാധുര്യമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. മാറേ മാധുര്യമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ. ചേർന്ന് പാടാം. ഓ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ആമേൻ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. കിട്ടിയ മറുപടികൾക്ക് ഹല്ലേലൂയ അധരം തുറന്ന് കൈകൾ കൊട്ടി ഹമാനക ശന്തകരകസ്യാരവ ഓരോ ഉത്തരത്തിനായിട്ടും ദൈവത്തിന് മഹത്വം കരേറ്റാം, ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ചെറുതും വലുതുമായ ആവശ്യങ്ങളെ നിറവേറ്റുവൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ യാചന കേട്ട് നമുക്ക് ഉത്തരം നൽകിയവൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദി യേശുവേ. ഹല്ലേലൂയ. 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 Thank you Lord. Thank you Lord. Thank you Lord. Thank you Lord. Hallelujah. Hallelujah. Amen. Thank you Jesus. Hallelujah. എന്നോട് ചോദിച്ചാൽ പ്രാർത്ഥിച്ച് കിട്ടിയ മറുപടികളുടെ ലിസ്റ്റ് വലിയതാണ്. അതിനോട് തന്നെ ചേർന്ന് പ്രാർത്ഥിക്കാതെ കിട്ടിയ ലിസ്റ്റും അത്രയും തന്നെ വലുതാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വിഷയങ്ങളെ, ഭാരങ്ങളെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ഭംഗിയായിട്ട്, നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവം അങ്ങ് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങ് നമുക്ക് നിറവേറ്റി തരും. ഹല്ലേലൂയ. ആമേൻ. അത്ര നല്ല പിതാവാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു പിതാവില്ലെങ്കിൽ അതിനെ ഓർത്ത് വിഷമിക്കല്ലേ. അതിലൊക്കെ ഉപരിയായതാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത്, ഭൂമിയിൽ ഒരു പിതാവില്ലെങ്കിൽ നിങ്ങൾ ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അധികമായി നിങ്ങൾ സ്നേഹം നിങ്ങൾ ലഭിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഇരട്ടി നിങ്ങൾക്ക് അങ്ങ് കിട്ടും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഓർത്തൊരിക്കലും ഭാരപ്പെടില്ല. ഹല്ലേലൂയ. എന്തേലും ഒരു ആവശ്യം വരുമ്പോൾ
മനുഷ്യരുടെ അടുത്ത് പോകാതെ ദൈവസന്നിധിയിൽ ചെന്ന് പറയുമ്പോൾ, മുട്ടുമ്പോൾ, യാചിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായിട്ട് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതും നൽകുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ.